പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഓരോന്നു ഫെയിലാകാൻ തുടങ്ങി. മൂന്നാമത്തെ എഞ്ചിനാണ് ആദ്യം ഷട്ട് ഡൗൺ ആയത്. തുടർന്ന് നാലാമത്തെ എഞ്ചിനും. 10+ മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു വിമാന അപകടത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2016 നവംബർ 28-ന് ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബായ ചാപ്പക്കോയിൻസ് ടീമിലെ താരങ്ങളെയും അവരുടെ പരിശീലക സ്റ്റാഫിനെയും മറ്റ് യാത്രക്കാരെയും വിമാനത്തിലെ ക്രൂ മെമ്പർമാരെയും വഹിച്ചുകൊണ്ട് ബൊളീവിയയിലെ സാന്താക്രൂസ് ഡിലാ സിയറയിൽ നിന്ന് കൊളംബിയയിലെ റിയോ നെഗ്രോയിലെ ജോസ് മരിയ കോർഡോവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ലാമിയയുടെ 2933 വിമാനം പുറപ്പെട്ടതിന് പിന്നാലെ കൊളംബിയയിലെ മെഡലിന് സമീപം തകർന്നു വീഴുകയും വിമാനത്തിലുണ്ടായിരുന്ന 77 പേരിൽ 71 പേരും മരണപ്പെടുകയായിരുന്നു. അലൻ റഷൽ, ജാക്സൺ ഫോൾമാൻ, നെറ്റോ എന്നീ 3 ഫുട്ബോൾ താരങ്ങളും ഒരു ക്രൂ മെമ്പറും മറ്റ് 2 യാത്രക്കാരുമടക്കം 6 പേര് മാത്രമാണ് ആ ഒരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കൊളംബിയ വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെ രാത്രി 10 മണിയോടെ മൗണ്ട് സെറോ ഗോർഡോയ്ക്ക് സമീപത്താണ് വിമാനം തകർന്നു വീണത്. ലാമിയ പ്രവർത്തിപ്പിക്കുന്ന ഒരു ആവറോ RJ-85-ൻ്റെ ചാർട്ടർ വിമാനമായിരുന്നു ലാമിയ 2933 വിമാനം. കൊളംബിയൻ നഗരമായ മെഡിലിനിലേക്ക് സർവീസ് നടത്തുന്ന സാന്റാക്രൂസ് ഡിലാ സിയറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും റിയോ നെഗ്രോയിലെ ജോസ് മരിയ കോർഡോവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിൽ നേരിട്ടുള്ള ചാർട്ടർ ഫ്ലൈറ്റായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റായിരുന്നു ലാമിയ 2933. 2 വിമാനത്താവളങ്ങൾക്കിടയിലുള്ള ദൂരം 1598 കിലോമീറ്ററാണ്. അത്ലറ്റിക്കോ നാഷണലിനെതിരെ കോപ്പ സുഡാമെറിക്കാന ഫൈനലിന് വേണ്ടി ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബ് ടീമായ ചാപ്പക്കോയിൻസ് കൊളംബിയയിലെ മെഡലിലേക്ക് പോവുകയായിരുന്നു. എക്സിക്യൂട്ടീവുകൾ, കോച്ചിംഗ് സ്റ്റാഫ്, മാധ്യമപ്രവർത്തകർ, സപ്പോർട്ട് ഉദ്യോഗസ്ഥർ എന്നിവരും വിമാനത്തിലുണ്ടായിരുന്നു. അവരിൽ പലരും ബ്രസീലിലും ലാറ്റിൻ അമേരിക്കയിലും അറിയപ്പെടുന്ന വ്യക്തികളുമായിരുന്നു. തങ്ങളുടെ ഫുട്ബോൾ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം അനുഭവിക്കാൻ പോകുന്ന അവരുടെ ലക്ഷ്യസ്ഥാനം കൊളംബിയയിലെ മെഡലിനായിരുന്നു. ലാമിയയ്ക്ക് നേരിട്ട് സർവീസ് നടത്താൻ ബ്രസീലിയൻ അധികൃതർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ചാപ്പക്കോയാണ് വിമാനം ചാർട്ടർ ചെയ്തത്. പകരം ഈ യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത വിമാനം ആവറോ RJ-85 വിമാനമായിരുന്നു. ചെറിയ റൺവേകളോ വലിയ ഉയരങ്ങളോ ഉള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവിന് പേരുകേട്ട 4 എഞ്ചിൻ സ്ഥാപിക്കപ്പെട്ട ഒരു വിമാനം കൂടിയായിരുന്നു ഇത്. അർജന്റീനിയൻ ദേശീയ ടീമിനും ചാപ്പൻസിനും ഉൾപ്പെടെ ദേശീയ ടീമുകൾക്കും ഫുട്ബോൾ ക്ലബ്ബുകൾക്കും ചാർട്ടർ ഫ്ലൈറ്റുകൾ പ്രവർത്തിപ്പിച്ചതിന് എയർലൈൻ ചില കുപ്രസിദ്ധികൾ നേടിയിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ ബിസിനസ് മോഡലും പ്രവർത്തനങ്ങളും ക്രമക്കേടുകൾ നിറഞ്ഞതായിരുന്നു. 36 വയസ്സുള്ള ക്യാപ്റ്റൻ മിഗുവൽ അലജാൻഡ്രോ കുറോഗ മുറക്കാമി എന്ന വ്യക്തിയായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. വിരമിച്ച ബൊളീവിയൻ എയർഫോഴ്സ് പൈലറ്റും ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറും ലാമിയയുടെ ഉടമകളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. 6600-ലധികം മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൽ 3417 മണിക്കൂറും RJ-85-ലായിരുന്നു. ഫസ്റ്റ് ഓഫീസറായി 47 വയസ്സുള്ള ഒവാർ ഫെർണാണ്ടോ ഗോയയും കോക്പിറ്റിൽ ഉണ്ടായിരുന്നു. മുൻ സൈനിക പൈലറ്റായിരുന്നു അദ്ദേഹം. അങ്ങനെ വൈകുന്നേരം 6:18-ന് ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിച്ച ശേഷം വിമാനം സാന്റാക്രൂസ് ഡിലാ സിയറ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ ടേക്ക് ഓഫ് റോൾ ആരംഭിച്ചു. വിമാനം മുകളിലേക്ക് ഉയർത്തി. അവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറന്നുയർന്നു. കൊളംബിയയിലേക്കുള്ള ഗതി സജ്ജമാക്കി. ക്യാബിനിലെ അന്തരീക്ഷം ഉത്സാഹഭരിതമായിരുന്നു. ഫുട്ബോൾ താരങ്ങൾ തമാശ പറഞ്ഞു, പത്രപ്രവർത്തകർ ആവേശത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കണക്കാക്കിയ മൊത്തം ഫ്ലൈറ്റ് സമയം ഏകദേശം 4 മണിക്കൂറായിരുന്നു. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകളിൽ ക്യാബിൻ അന്തരീക്ഷം ശാന്തമായിരുന്നു. വിമാനം ഫ്ലൈറ്റ് ലെവൽ 300-ൽ യാത്ര ചെയ്തു. സാങ്കേതികമോ കാലാവസ്ഥാ അപാകതകളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.
വിവിധ ATCകളുമായുള്ള ആശയവിനിമയം സജീവമായി തന്നെ തുടർന്നു. വിമാനത്തിൻ്റെ മധ്യഭാഗത്ത് ഇന്ധന പദ്ധതിയിൽ ഒരു ക്രമീകരണവും വരുത്തിയിട്ടില്ല. ഗുരുതരമായ സാഹചര്യങ്ങളോ ക്രമക്കേടുകളോ സൂചിപ്പിക്കുന്ന ഒരു ആശയവിനിമയവും ഇല്ല. പ്ലാൻ ചെയ്ത റൂട്ട് പ്രകാരം തന്നെ വിമാനം പറക്കുകയാണ്. എന്നാൽ മെഡിലിനിൽ നിന്ന് ഏകദേശം 180 നോട്ടിക്കൽ മൈൽ അകലെ കൊളംബിയൻ വ്യോമാതിർത്തിയിൽ വെച്ച് ആദ്യത്തെ കുറഞ്ഞ ഇന്ധന മുന്നറിയിപ്പ് ലഭിച്ചു. ഇന്ധന അളവ് ലോ ലെവൽ അഡ്വൈസറി എന്നറിയപ്പെടുന്ന ഈ മുന്നറിയിപ്പ് കുറഞ്ഞത് ഒരു ടാങ്കെങ്കിലും നിർണായക നിലയിലെത്തിയെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ആ നിമിഷം ക്രൂ ബൊഗോട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ടു. പിന്നീട് മെറ്റലിൻ നിയന്ത്രണത്തിൽ അവർക്ക് വേ പോയിൻ്റ് വഴി ഒരു പാറ്റേൺ നൽകിയിരുന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ്. അങ്ങനെ സമയം രാത്രി 9:30 വിമാനം റിയോ നെഗ്രോവോറിനടുത്താണ്. ഇന്ധന ചോർച്ച സാധ്യതയുള്ളതിനാൽ വിവ കൊളംബിയ വിമാനം മുൻഗണന അഭ്യർത്ഥിച്ചതിനാൽ മറ്റ് വിമാനങ്ങളോടൊപ്പം ഒരു ഹോൾഡിംഗ് പാറ്റേണിലേക്ക് പ്രവേശിക്കാനും തുടങ്ങി. ക്യാപ്റ്റൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നില്ല. ഇതിനകം ഒരു അപകടകരമായ സാഹചര്യത്തിലാണെങ്കിലും ഹോൾഡിംഗ് പാറ്റേൺ അംഗീകരിക്കുകയാണ്. സമയം രാത്രി 9:49 ആയപ്പോൾ ക്യാപ്റ്റൻ കോഗ ഒടുവിൽ ഇന്ധന പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അടിയന്തര ലാൻഡിങ്ങിന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ മെയ്ഡേ എന്ന പദമോ ഇന്ധന അടിയന്തരാവസ്ഥയോ ഉപയോഗിക്കുന്നില്ല. ഇൻകമിംഗ് ട്രാഫിക് കാരണം വെക്ടറുകൾക്കായി 7 മിനിറ്റ് കാത്തിരിക്കണമെന്ന് എയർ ട്രാഫിക് കൺട്രോൾ മറുപടി നൽകുന്നു. അങ്ങനെ സമയം രാത്രി 9:52 ക്യാപ്റ്റൻ ഒടുവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇന്ധന അടിയന്തരാവസ്ഥ എന്ന പദപ്രയോഗവും ഉപയോഗിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. വിമാനത്തിൻ്റെ എഞ്ചിനുകൾ ഓരോന്നു ഫെയിലാകാൻ തുടങ്ങി. മൂന്നാമത്തെ എഞ്ചിനാണ് ആദ്യം ഷട്ട് ഡൗൺ ആയത്, തുടർന്ന് നാലാമത്തെ എഞ്ചിനും. അങ്ങനെ വിമാനം ഉയരം കുറയാൻ തുടങ്ങുന്നു. ശേഷിക്കുന്ന 2 എഞ്ചിനുകൾ കുറച്ച് മിനിറ്റ് കൂടി പ്രവർത്തിക്കുമ്പോൾ വിമാനം വീണ്ടും ഉയരം കുറഞ്ഞേക്കാം. അത് പെട്ടെന്ന് കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് പോകാനുള്ള സാഹചര്യത്തിലുമാണിപ്പോൾ ഉള്ളത്. വിമാനം അധിക സമയം വൈകാതെ തന്നെ താഴേക്ക് പതിക്കുമെന്ന് പൈലറ്റിന് മനസ്സിലായി. നിയന്ത്രണം ഏകദേശം പൂർണ്ണമായും നഷ്ടമായിട്ടുണ്ട്. ക്യാപ്റ്റൻ ഉടൻ തന്നെ വെക്ടറുകൾ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയവിനിമയങ്ങൾ കൂടുതൽ ഹ്രസ്വവും ക്രമരഹിതവുമായി തീരുന്നു. ഇത് വിമാന നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള ഒരു ഏകോപനത്തെ തന്നെ ബുദ്ധിമുട്ടാക്കി. മെഡലൈനിൻ്റെ ടവറിൽ എയർ ട്രാഫിക് കൺട്രോൾ അവർക്ക് നേരിട്ടുള്ള ഒരു സമീപനം നൽകാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. ഇനി കുറഞ്ഞ മിനിറ്റുകൾ കൂടി മാത്രമേ വിമാനത്തിന് മുകളിൽ നിൽക്കാൻ കഴിയൂ. സമയം രാത്രി 9:55 വിമാനത്തിലെ റഡാർ സിഗ്നലുകളും അപ്രത്യക്ഷമാകുന്നു. അതോടെ എല്ലാവിധ നിയന്ത്രണങ്ങളും നഷ്ടമാകുകയാണ്. എയർ ട്രാഫിക് കൺട്രോൾ അവരിൽ നിന്ന് കേട്ട അവസാന വാചകം ഒരു ദുരിത സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന മെയ്ഡേ കോളായിരുന്നു. സമയം രാത്രി 9:59 വിമാനത്തിൻ്റെ 4 എഞ്ചിനുകളിൽ ഒന്നിലും പവറില്ലാതെയും ഡ്രാഗ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന ലാൻഡിങ്ങിനായി സജ്ജീകരിച്ച ഫ്ലാപ്പുകളില്ലാതാവുകയും ചെയ്തിരിക്കുന്നു. തങ്ങളെല്ലാം മരിക്കാൻ പോകുന്നെന്ന് ഉറപ്പായ ഒരു നിമിഷം. 1 മിനിറ്റ് കൂടി കഴിഞ്ഞ് 10 മണി ആയപ്പോഴേക്കും വിമാനം ജോസ്മരിയ വിമാനത്താവളത്തിൽ നിന്ന് വെറും 18 കിലോമീറ്റർ അകലെ 8500 അടി ഉയരത്തിലുള്ള ചെറോഗോർഡോയിലെ പർവ്വത പ്രദേശത്തേക്ക് ശക്തമായി ഇടിച്ചു താഴേക്ക് വീണു. ഇടിയുടെ ആഘാതത്തിൽ വിമാനത്തിന് തീപിടുത്തമോ സ്ഫോടനമോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതിന് കാരണം ഇന്ധന ടാങ്കുകൾ പൂർണ്ണമായും ശൂന്യമായിരുന്നു. എങ്കിലും വിമാനം ഇടിയുടെ ആഘാതത്തിൽ തകർന്നു തരിപ്പണമായി. വിമാനത്തിൻ്റെ ചില ഘടനാപരമായ ഘടകങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചതുമില്ല. വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ 6 പേരുടെ ജീവൻ്റെ അംശങ്ങൾ ബാക്കിയായി. അതെ, അവർ മരണത്തിന് കീഴടങ്ങാൻ തയ്യാറായില്ല. ഇതോടെ ഒരു നഗരത്തിൻ്റെ തന്നെ സ്വപ്നകൂടാരങ്ങളുടെ ചിറക് ഒടിയുകയായിരുന്നു. തങ്ങളുടെ ആരാധകരുടെ നെഞ്ചകങ്ങളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച് കണ്ണുനീരിൽ ആഴ്ത്തിയ ഒരു രാത്രിയായി അത് മാറി. രക്ഷപ്പെടുത്തിയ ആദ്യ വ്യക്തി അലൻ റസ്സലായിരുന്നു. അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടില്ലായിരുന്നു.
സീറ്റിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ആയിരുന്നു. അധികം വൈകാതെ ഹിമ സുവാരസ്, ഇർവിൻ താമരി, ജാക്സൺ ഫുൾമാൻ, റാഫേൽ ഹെൻസൽ എന്നിവരെയും ജീവനോടെ കണ്ടെത്തി. അവസാനം ഫുട്ബോൾ താരം നെറ്റോയെ രാവിലെ 6 മണിയോടെയാണ് കണ്ടെത്തിയത്. അങ്ങനെ വിമാനത്തിലെ 71 പേര് അതിദാരുണമായി മരണപ്പെടുകയും 6 പേര് ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു അപകടത്തെ തുടർന്നുണ്ടായ അന്വേഷണ റിപ്പോർട്ടുകളിൽ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഇങ്ങനെ: ലക്ഷ്യസ്ഥാനത്ത് എത്താനോ അടിയന്തര സാഹചര്യത്തിൽ മറ്റൊരു വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിടാനോ ആവശ്യമായ ഇന്ധനം നിറയ്ക്കാതെയാണ് വിമാനം പ്രവർത്തിപ്പിച്ചത്. കൂടാതെ സാഹചര്യത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ടും ക്യാപ്റ്റൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ എയർ ട്രാഫിക് കൺട്രോളുമായി അനുചിതമായ ഒരു ആശയവിനിമയം നടത്തുകയോ ചെയ്യാതെ സാധ്യമായ അടിയന്തര പ്രവർത്തനങ്ങളെല്ലാം വൈകിപ്പിച്ചു. ഇത് വിമാനത്തിൻ്റെ ഇന്ധനം വേഗത്തിൽ തീർന്നു പോകുന്നതിനും എഞ്ചിനുകൾ ഫെയിലാകാനും തുടർന്ന് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിമാന അപകടത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ തന്നെയാണ് എന്നൊരു നിഗമനത്തിലാണ് ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഏവിയേഷൻ ചരിത്രത്തിൽ മാത്രമല്ല, ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ ഈ ഒരു അപകടത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു.